ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര വേറെ എവിടെയുമല്ല, എൻ്റെ നാടായ വർക്കലയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശിവഗിരി മഠത്തിലോട്ടാണ്. വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ശിവഗിരി. വർക്കല വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ശിവഗിരിയിലും വരണം. അപ്പോൾ ഇത്രയും നാളായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഈ സ്ഥലങ്ങളുടെ വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ സാഹചര്യം ഒത്തു വന്നത്. ഇവിടുത്തെ ഉത്സവം നടക്കുവാണ്. 93ാമത്തെ ശിവഗിരി തീർത്ഥാടന മഹാമഹം നടക്കുവാണ്. ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഉത്സവത്തിൻ്റെ ആ ഒരു കാഴ്ചകളും ശിവഗിരിയിലെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടും എല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഒന്ന് കാണണം കേട്ടോ. ഈ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. ഉത്സവം നടക്കുന്നത് കൊണ്ട് ഉത്സവത്തിൻ്റെ തിരക്കുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ 30 മുതലാണ് ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നത്. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഞ്ഞ വസ്ത്രം ധരിച്ച ആയിരക്കണക്കിന് തീർത്ഥാടകർ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് തൻ്റെ ആശയം പ്രചരിപ്പിച്ച ഗുരുവിൻ്റെ സമാധിയിൽ ഒത്തുകൂടുന്നു. ഈ കാണുന്നതാണ് ശിവഗിരി കനാൽ. ശിവഗിരി മഠത്തിന് സമീപമുള്ള ഒരു ജലപാതയാണ് കേട്ടോ ഇത്. ഉത്സവം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക്. അപ്പോൾ ഇന്നാണ് ഉത്സവം തുടങ്ങുന്നത്. ഇന്നാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്, ഡിസംബർ 13, 2025. അപ്പോൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ CP രാധാകൃഷ്ണനാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത്. പ്രകൃതി രമണീയമായ വർക്കല കുന്നിൽ നാരായണ ഗുരുദേവൻ ആശ്രമം സ്ഥാപിച്ചു. ഈ സ്ഥലത്ത് ശിവഗിരി എന്ന പേരിട്ടു. ഇവിടെ വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ശിവഗിരിയുടെ അടുത്തുള്ള സ്കൂളിലാണ് ഞാനും പഠിച്ചത് കേട്ടോ, 8 വരെ. ഇത് പിന്നീട് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറി. പിന്നീട് തിരുവിതാംകൂർ സംസ്ഥാന സർക്കാർ ഗുരുവിന് ശിവഗിരി കുന്ന് നൽകി. ഇതാണ് ശിവഗിരി മഠത്തിലോട്ട് പോകുന്ന വഴി. ചിലർ അദ്ദേഹത്തിന് ഭൂമിയും വാഗ്ദാനം ചെയ്തു. അങ്ങനെ ശിവഗിരി എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നാദി കേന്ദ്രമായി മാറി. ഗുരുവിനെ കൂടാതെ ശിവഗിരിയിൽ മഠം സ്ഥാപിക്കാൻ സഹായിച്ച നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ആദ്യം പോകുന്നത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച മഹാസരസ്വതി ക്ഷേത്രമാണ് ശാരദാ മഠം. മഹാസരസ്വതി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 1912 ഏപ്രിലിലെ പൗർണമി ദിനത്തിൽ ശാരദാ മഠത്തിൽ ഗുരു പ്രതിഷ്ഠ നടത്തി. കേരളത്തിലെ അറിവിൻ്റെയും വിദ്യയുടെയും ഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഒരു കാലം കൂടിയായിരുന്നു. ശാരദ എന്നാൽ ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തിയുടെ മറ്റൊരു പേരാണ്. ഭഗവതിയുടെ മഹാസരസ്വതി ഭാവത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഡോക്ടർ പൾപ്പു ശാരദാ പ്രതിഷ്ഠ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു. മഹാകവി കുമാരനാശാൻ സെക്രട്ടറി ആയിരുന്നു. നവരാത്രി, വിദ്യാരംഭം തുടങ്ങിയവ ഇവിടെ പ്രധാനമാണ് കേട്ടോ. ഇവിടെ വെച്ച് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിവേദ്യവും അഭിഷേകവും ഇല്ലാത്ത ക്ഷേത്രമാണിത്. അപ്പോൾ ആദ്യം ശിവഗിരി മഠത്തിലേക്ക് വരുമ്പോൾ ആദ്യം സന്ദർശിക്കേണ്ടത് ഈ ശാരദാ മഠത്തിലേക്കാണ്. ദേവിയെ തൊഴുതിട്ട് വേണം നമ്മൾ ബാക്കി എല്ലായിടവും സന്ദർശിക്കാനുള്ളത്. അടുത്തതായിട്ട് പോകുന്നത് വൈദിക മഠത്തിലോട്ടാണ്. ഗുരുദേവൻ സമാധി അടഞ്ഞ മുറിയും ഉപയോഗിച്ചിരുന്ന ദിവ്യ വസ്തുക്കളും ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് രവീന്ദ്രനാഥ് ടാഗോറും സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിജിയും ഗുരുദേവനെ സന്ദർശിക്കാൻ എത്തിയത് കേട്ടോ.
പോകുന്ന വഴിയിലെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഞാൻ പകർത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്നാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് പറയുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിവേകം താനേ വരില്ല, പ്രയത്നിക്കാൻ ധാരാളം വായിക്കണം. ഇതെല്ലാം ഗുരുദേവൻ്റെ സന്ദേശങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇനി അടുത്ത പോകുന്നത് ഗുരുദേവൻ്റെ റിക്ഷാ മണ്ഡപത്തിലോട്ടാണ്. ഈ കാണുന്നതാണ് റിക്ഷാ മണ്ഡപം എന്ന് പറയുന്നത്. ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കസേരയാണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ ഈ റിക്ഷയിലാണ് ഗുരുദേവൻ സഞ്ചരിക്കാറുണ്ടായിരുന്നത്. കൊല്ലം ജില്ലയിലെ പ്രാക്കുളം സ്വദേശിയായ പുതുവേലിൽ കേശവൻ എന്ന ഭക്തൻ തൻ്റെ ഭക്തിയുടെ അടയാളമായി ഇത് ഗുരുദേവന് സമർപ്പിച്ചിരുന്നു. എല്ലാ വർഷവും ഗുരുദേവൻ്റെ അലങ്കരിച്ച ചിത്രം പതിച്ച ഈ റിക്ഷ ശിവഗിരി തീർത്ഥാടന ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നു. കൂടാതെ ഗുരുദേവ ജയന്തി ഘോഷയാത്ര സന്യാസി ശിഷ്യന്മാരോടും ഭക്തരോടും ഒപ്പം പട്ടണം ചുറ്റി സഞ്ചരിക്കുന്നു. ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം അതിലുണ്ടെന്ന് കരുതപ്പെടുന്നു. ഈ ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞ മണ്ഡപം 2010 നിർമ്മിച്ചതാണ്. ഭക്തർക്ക് ചുറ്റി നടന്ന റിക്ഷയുടെ പൂർണ്ണമായ കാഴ്ച കാണാൻ കഴിയും. ഇനി അടുത്തതായിട്ട് സമാധി മണ്ഡപത്തിലോട്ട് പോകുന്ന വഴിക്ക് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ സമാധി മണ്ഡപമാണ് ഈ കാണുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയായ ബോധാനന്ദ സ്വാമിയുടെ മണ്ഡപമാണ് ഈ കാണുന്നത്. കൊച്ചി SNDP യോഗത്തിൻ്റെ സ്ഥാപകനായിരുന്നു ബോധാനന്ദ സ്വാമികൾ. കന്നി 5 ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷമാണ് കന്നി 9 ബോധാനന്ദ സ്വാമിയും സമാധിയായത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഗുരുദേവൻ്റെ മഹാസമാധി മന്ദിരത്തിലോട്ടാണ്. ഗുരുദേവൻ്റെ ഭൗതിക ദേഹം അടക്കം ചെയ്ത സ്ഥലത്ത് പണിതിട്ടുള്ള മന്ദിരമാണ് കേട്ടോ ഇത്. ഇതാണ് ഇവിടുത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത്. വാസ്തുവിദ്യാപരമായി പ്രാധാന്യമുള്ള ഈ മന്ദിരം ദൂരെ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ദർശന സമയം രാവിലെ 5 മുതൽ 12 വരെയും വൈകിട്ട് 4:30 മുതൽ 7:30 വരെയാണ് കേട്ടോ.
ഈ കാണുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പദയാത്രയാണ് കേട്ടോ. ഇത് ശിവഗിരിയിലെ ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇവിടെ വെച്ചാണ് കലാപരിപാടികളൊക്കെ നടത്തുന്നത്. ശിവഗിരി കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പോകുന്നത് നാരായണ ഗുരുകുലത്തോട്ടാണ് കേട്ടോ. വർക്കല നാരായണ ഗുരുകുലം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു പ്രമുഖ വിദ്യാഭ്യാസ ആത്മീയ കേന്ദ്രമാണ്. ഇത് ഗുരുവിൻ്റെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ ലക്ഷ്യം വിദ്യയും വിനയവും നൽകി മനുഷ്യനെ ഉന്നതയിലെത്തിക്കുക എന്നാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമിലിറ്റി ഇവിടെ പ്രാധാന്യം. ഈ ആശ്രമം ഒരു സ്ഥാപനത്തിനപ്പുറം ഗുരുവിൻ്റെ ജീവിത ദർശനം പ്രവർത്തിക്കാനാകാനുള്ള ഇടമാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസം നൽകുന്നു.